മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന അന്വേഷണങ്ങൾ ധാരാളമായി വരാറുണ്ട്. ഹദീസുകളിൽ ഈ രംഗത്ത് കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ പ്രകാരം മരണപ്പെട്ടു പോയ ആർക്ക് വേണ്ടിയും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ പ്രത്യേകമായി മാതാപിതാക്കൾക്കും അതുപോലെ ബന്ധുക്കൾക്കും എല്ലാം പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ എല്ലാവരും യോജിക്കുന്ന പോയിന്റാണ് പ്രാർത്ഥന എന്നത്. ഏത് വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പുണ്യകർമ്മമാണ്. വിശ്വാസികളെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ഖുർആൻ പറഞ്ഞു റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്നാണ്. റബ്ബേ, ഞങ്ങൾക്ക് പുറത്തുക, ഞങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മളൊക്കെ സാധാരണ എല്ലാ പ്രഭാഷണങ്ങളിലും ഖുതുബകളിലുമെല്ലാം കേൾക്കാനുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹു എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ. അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും നീ പുറത്തു കൊടുക്കണേ എന്നാണ്. പ്രാർത്ഥന ആര് നിർവഹിച്ചാലും ആർക്ക് വേണ്ടി നിർവഹിച്ചാലും അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുമെന്നർത്ഥം. ഇനി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അതുപോലുള്ള നാമുമായി ബന്ധമുള്ള ആളുകൾ, അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, നബിയെ, എന്താണോ എനിക്കിനി ബാക്കിയുള്ളത് എന്ന മാതാപിതാക്കളുടെ മരണശേഷം? 5-8 കാര്യങ്ങൾ വ്യത്യസ്ത ഹദീസായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാണ് ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ. ഒരുപാട് ഹദീസിൽ കാണാം നബിയോടൊന്ന് ചോദിക്കും, നബിയെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർക്കൊരു വസിയത്ത് ചെയ്യാൻ അവസരം കിട്ടിയില്ല. അങ്ങനെ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ അവർ സ്വതക്ക ചെയ്യാൻ പറയുമായിരുന്നു, നബിയെ, ഞാൻ സ്വതക്ക ചെയ്താൽ അവർക്ക് ലഭിക്കുമോ അതിൻ്റെ പ്രതിഫലം? നബി തങ്ങൾ ലഭിക്കുമെന്നാണ് പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം. നബി തങ്ങൾ പറഞ്ഞു, നീ സ്വതക്ക ചെയ്തോ, ഉമ്മാക്ക് ലഭിക്കും. ചോദിച്ചു നബിയോട്, നബി, ഏത് സ്വതക്കയാണ് ഏറ്റവും നല്ലത്? നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ലത് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കലാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു കിണർ കുഴിച്ചു. ആ കിണർ പൊതു കിണറായി പ്രഖ്യാപിച്ചു. അതിന് ബിഅ്റു ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മയുടെ കിണർ എന്ന പേരിൽ ആ കിണർ അവിടെ അറിയപ്പെട്ടിരുന്നുവെന്നാണ്. ആ നിലക്കുള്ള സ്ഥിരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ, വെള്ളം എല്ലാവർക്കും കുടിക്കുമ്പോഴുള്ള പൊതു കിണറുകൾ, അതല്ലെങ്കിൽ പൊതു ടോയ്ലറ്റുകൾ, അതല്ലെങ്കിൽ ജാരിയായ സ്വതക്കകൾ, പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, ഒരു സാധുവിനെ വീട് നിർമ്മിച്ചു നൽകൽ, ഇങ്ങനെ തുടങ്ങി എന്നും നിലനിൽക്കുന്ന സംവിധാനത്തിലേക്ക് നൽകുകയാണെങ്കിൽ അത് എത്ര കാലം നിൽക്കുമോ അത്രയും കാലം മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രതിഫലം കിട്ടും. സ്വതക്കകൾ ചെയ്യാം. പക്ഷെ അതൊരു 3-നോ 7-നോ 14-നോ 40-നോ പ്രത്യേകമായ ആചാരങ്ങളായി കൊണ്ടുവരുമ്പോൾ അത് ബിദ്അത്തായി മാറുകയും ചെയ്യുന്നു. ആളുകൾ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അരിവാരി കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ചിലപ്പോഴെങ്കിലും ഒരു ആചാരത്തിന്റെ മറവിലായിരിക്കും. 3-ഉം 7-ഉം കഴിക്കുന്നതിന് പകരം അന്നൊരു അരിവാരി കൊടുക്കാം. അങ്ങനെ ഒരു ബിദ്അത്തിനെ രൂപം മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട്. ആ വഴിക്കല്ല നമ്മൾ പോകേണ്ടത്. സ്വതന്ത്രമായി മാതാപിതാക്കൾക്ക് വേണ്ട സ്വതക്ക എന്ന നിലയ്ക്ക് നമുക്ക് ഏതുമാവാം. അതിൽ എന്നും നിലനിൽക്കുന്ന സംവിധാനങ്ങളാണെങ്കിൽ അത് കൂടുതൽ പ്രതിഫലാർഹമാണ് താനും. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ. അതേപോലെ മാതാപിതാക്കളുടെ വസിയ്യത്തുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കുക അവരോട് ചെയ്യേണ്ട ഗുണങ്ങളുടെ, അവരോട് ചെയ്യേണ്ട ഹക്കുകളുടെ ബാക്കി ഭാഗമാണത്. അവരിലൂടെ മാത്രമുണ്ടായിരുന്ന ബന്ധങ്ങളെ നിലനിർത്തുക ഹദീസ് പഠിപ്പിച്ച 3-മത്തെ ഒരു കാര്യമാണ്. മാതാപിതാക്കളുടെ മാത്രം ലഭിച്ചിരുന്ന ബന്ധങ്ങൾ, ഉപ്പയുടെ കൂട്ടുകാർ, ഉമ്മയുടെ കൂട്ടുകാരികൾ, അവരുമായി ബന്ധമുണ്ടായിരുന്നവർ, ഉമ്മയും ബാപ്പയും ഉള്ള കാലത്ത് അവരെ കാണാനും ബന്ധം പുതുക്കാനും വേണ്ടി നമ്മുടെ വീടുകളിൽ വന്നിരുന്ന ആളുകൾ, ആ ബന്ധങ്ങളൊക്കെ ഉമ്മയോ വാപ്പയോ മരിച്ചതോടെ അവസാനിക്കാൻ പാടില്ല. ആ ബന്ധങ്ങൾ നിലനിർത്തണം. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു കഴുതപ്പുറത്ത് പോവുകയാണ്. അദ്ദേഹത്തിന് തലയിൽ നല്ല വിലപിടിപ്പുള്ള ഒരു തലപ്പാവുണ്ട്. പോകുന്ന വഴിക്ക് ഒരു അഅ്റാബിയെ കണ്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ അഅ്റാബിയെ കഴുതപ്പുറത്ത് കയറ്റി തന്റെ തലയിലെ തലപ്പാവെടുത്ത് അയാളെ തലയിൽ വെച്ചു. അയാൾ ആദരിച്ചു എന്നർത്ഥം. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ ഈ അഅ്റാബിയെ നിങ്ങൾ ഇങ്ങനെ ആദരിക്കുന്നത്? ഇബ്നു ഉമർ പറഞ്ഞത്, എന്റെ പിതാവും ഇയാളുടെ പിതാവും കൂട്ടുകാരായിരുന്നുവെന്നാണ്. അപ്പൊ ആ ബന്ധത്തെ ഞങ്ങൾ മക്കൾ ഇവിടെ നിലനിർത്തുന്നു എന്നർത്ഥം. അത് നമ്മളും കാണേണ്ടുന്ന ഒന്നാണ്. ചില വീടുകളുടെ ഉമ്മയും ബാപ്പയൊക്കെ മരിച്ചു പോയാൽ പിന്നെ ആ വീട്ടിലേക്ക് ആരും കയറി വരൂല. എല്ലാം അവസാനിച്ചു, പിന്നെ എല്ലാം നിന്നു, അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ അവരുടെ കാലത്ത് വന്നിരുന്നു, പിന്നെ എല്ലാം അല്ല. ആ ബന്ധങ്ങൾ നിലനിർത്തൽ അവരോട് കാണിക്കുന്ന ഹക്കുകളുടെ ബാധ്യതയുടെ ഭാഗമാണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ, നന്മകളൊക്കെ മരിച്ചവർക്ക് വേണ്ടിയും ചെയ്യാം. അവിടെ കടമുണ്ടോ
ആ കടം നമുക്ക് വീട്ടാം. വസിയത്തുണ്ടോ, ന്യായമായ വസിയത്താണെങ്കിൽ ആ വസിയത്ത് നമുക്ക് നടപ്പാക്കാം. അവർ പ്രത്യേകം പറഞ്ഞു വെച്ചതോ അല്ലാത്തതോ ആയ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന നന്മകളുണ്ടോ ആ നന്മകൾ ചെയ്യാം. എന്നാൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, അവർക്ക് ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യുക, അതിലൊന്നും പ്രവാചകരുടെയോ സ്വഹാബത്തിന്റെയോ മാതൃക ഇല്ല. ഒരാളും യാസീൻ ഓതി മരിച്ച ഉമ്മാക്ക്, മരിച്ച വാപ്പാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യാസീൻ ഓതാറുണ്ട്. എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഖുർആൻ ഓതി ഹദിയ ചെയ്യുക എന്നത് പ്രവാചകന്റെ മാതൃകയല്ല. 70,000 ദിക്ർ ചൊല്ലി തഹ്‌ലീൽ എന്ന പേര് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 പ്രാവശ്യം ചൊല്ലി അതിന്റെ പ്രതിഫലം വാപ്പാക്ക് ഹദിയ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നവരുണ്ട്. അതിലൊന്നും പ്രവാചകന്റെ ചര്യയുടെ പിൻബലമില്ല. പിൻബലമുള്ളവയെ നമ്മൾ ചെയ്യുക. നമസ്കാരം, മരിച്ചുപോയ ആൾ നിസ്കാരം നമുക്ക് നിസ്കരിച്ചു വിട്ടാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് മാതൃക ഇല്ല. മരിച്ചുപോയ ആൾക്ക് നോമ്പ് ബാക്കിയുണ്ട്, അത് നോറ്റി വിട്ടാൻ പറ്റുമോ? പറ്റും. നബി തങ്ങൾ പറഞ്ഞു, മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരാൾ മരിച്ചു, അവന് നോമ്പ് ബാക്കിയുണ്ട് എങ്കിൽ ആ നോമ്പ് അവന്റെ വലിയന് നോറ്റ് വീട്ടാമെന്നാണ്. അവൻ നിസ്കാരത്തിന് മാതൃകയില്ല, ഖുർആൻ പാഠത്തിന് മാതൃകയില്ല, അതേപോലെ ദിക്റുകൾ ചൊല്ലി അതിന് പ്രതിഫലം അങ്ങോട്ട് കൊടുത്തയക്കുന്നതിൽ മാതൃക ഇല്ല. എന്നാൽ നോമ്പിൽ പ്രവാചക അധ്യാപനമുണ്ട്, സ്വതക്കയിൽ പ്രവാചക അധ്യാപനമുണ്ട്, കടങ്ങളും വസിയത്തുകളും നടപ്പാക്കുന്നതിൽ പ്രവാചകന്റെ അധ്യാപനമുണ്ട്. ആ നിലക്ക് അധ്യാപനമുള്ളവയെ പ്രാവർത്തികമാക്കുക, അല്ലാത്തവയെ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കി കൊണ്ട് തന്നെ നാം പ്രമാണങ്ങളെ പിൻപറ്റുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.